ഫൈറ്റർ കാത്തിരുന്നൊരു സിനിമയായിരുന്നു. ഹിന്ദിയിൽ നിന്ന് റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമ. ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ, അനിൽ കപൂർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ പിന്നെ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത് പിന്നെ നമ്മൾ കണ്ടുപിടുത്ത പ്ലോട്ടാണ് ഈ ഒരു സിനിമയിലുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ ആ ബന്ധവൈരികളായ ആ ഒരു സംഭവം, ടെററിസ്റ്റ് അറ്റാക്ക്, ഈ പുൽവാമ, ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കേണ്ടി ഈ സിനിമയിൽ. ശരിക്കും അറിയാതെ ഗൂസ് ബംസ് ഉള്ള കുറേ രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയിൽ ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്ന സിനിമ 3D ഗ്ലാസ് വെച്ചിട്ട് കിഡ്ലനായിരുന്നു ഈ സിനിമയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ, VFX കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ഒരു ഒരു നമ്മൾ കണ്ടുപടുത്ത ഒരു പ്ലോട്ട് കിഡ്ലായിട്ട് മേക്ക് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ് ആനന്ദ് എന്നുള്ളതാണ്. എവിടെയും ബോറടിക്കാത്ത രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2.5 മണിക്കൂർ സിനിമയുടേതായിരിക്കുന്നുണ്ട്. 2.5 മണിക്കൂർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സംഭവം നമ്മളെ പിടിച്ചിരുന്നുണ്ട്. അത്രയും സമയം നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ എവിടെയും നമുക്ക് ബോറടിക്കാതെ പിന്നെ പെർഫോമൻസ് ആയിക്കോട്ടെ, ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, എല്ലാം. പിന്നെ ഹൃതിക് റോഷനൊക്കെ ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമാണ് കേട്ടോ. ആ ഒരു മനുഷ്യ അവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് സംഭവം. ഇമോഷണൽ ആയിക്കോട്ടെ, എല്ലാം പിന്നെ എന്താ പറയുക, അത്രയും കൃത്യമായ രീതിയിൽ കണ്ണിങ് ആയി ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ എന്നുള്ളതാണ്. എവിടെയും നമുക്ക് ഒരു നെഗറ്റീവ് പറയാൻ മാത്രമുള്ള സംഭവമായിട്ട് എനിക്ക് ആകെ ഒരു നെഗറ്റീവ് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. വില്ലൻ കഥാപാത്രം ഒക്കെ പിന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഫെമിലിയറായിട്ടുള്ളൊരു മുഖമല്ല ഒരു വില്ലൻ കഥാപാത്രം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നിയത്. കിഡ്ലൻ വില്ലൻ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ തോന്നി. പക്ഷേ ബാക്കിയെല്ലാം ദീപിക പദുക്കോൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, അനിൽ കപൂറിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഹൃതിക് റോഷൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, എല്ലാ സംഭവം ഒരു സൂപ്പറായിട്ടുണ്ട്. ഒരു ഇമോഷണൽ മാസ് വാർ ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഫുള്ള് മറ്റേ എന്താ ഇതില്ലേ, മറ്റേ എയർഫോഴ്സാണ് സംഭവം. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് ശരിക്കും ഇതൊരു ഹോളിവുഡ് മൂവിയാണ് കാണുന്നത് എന്നുള്ളൊരു ഫീൽ വന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ട് VFX കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 3Dയിൽ കാണുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. കിട്ടുള്ള സൂപ്പർ പിന്നെ എന്താ പറയുക, സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് 3D. നിങ്ങൾ നിർബന്ധമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. മസ്റ്റ് വാച്ച് മൂവി തന്നെ പറയാം ഈ സിനിമയെക്കുറിച്ച്. ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ ഒരു സിനിമ ഉറി എന്ന് പറഞ്ഞ സിനിമ, വിക്കി കൗശാലിൻ്റെ ഉറി എന്ന് പറഞ്ഞ സിനിമ കണ്ട് കോരിത്തരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതിലും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉയർന്ന പോലെ സത്യം പറയുകയാണെങ്കിൽ ആ 3D എക്സ്പീരിയൻസ് കിട്ടില്ല തന്നെയാണ് കേട്ടോ. ഒന്നുകൂടി നമുക്ക് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രണ്ടോ മൂന്നോ തവണ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഇതുപോലുള്ള സിനിമകളൊക്കെ, സിദ്ധാർത്ഥ് ആനന്ദ് സിനിമകളൊക്കെ, പിന്നെ ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പത്താൻ സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ. അപ്പോൾ ആ ഒരു സ്റ്റൈൽ മേക്കിംഗ് ആണ്. എന്താ പറയുക, സ്റ്റോറി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു നമ്മൾ കണ്ടുമടുത്ത ആ ഒരു പിന്നെ ടെററിസ്റ്റ് അറ്റാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയുള്ള സംഭവമാണ്. പക്ഷേ നമ്മളെ പിടിച്ചിരുത്തുന്നത് എന്തൊക്കെയോ ഒരു മാജിക് ഈ ഒരു സിനിമയിലുള്ളതാണ്. വിഷ്വൽ ക്വാളിറ്റി തന്നെയായിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൂടാതെ നമുക്ക് ആ ഒരു കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പറ്റുന്നുണ്ട്. ആ ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് നമുക്ക് എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു സിനിമ മികച്ചതായി നമുക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് അത്രയും വർക്കായി ഈ ഒരു സിനിമ. സൂപ്പറായിരുന്നു. എനിക്ക് അത്രയും വർക്കായി. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ, ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.